അല്ല എണ്ണിയാളെ നിങ്ങളൊക്കെ കിടന്നുറങ്ങിയാ 2-3 ദിവസമായിട്ട് ഈ പാത്തൂനൊരു ഉറക്കമില്ല സമാധാനമില്ല. എത്ര കാരണം എന്ന് വെച്ചാല് മോനും മരോളും ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലാണേ. ഈ ഒരു പിണക്കം കൊണ്ട് എന്തോ ഒരു ഗതിയോടും ബുദ്ധിമുട്ടുണ്ട്. മറ്റതെല്ലേ കാര്യം എൻ്റെ മരോളിച്ച് ചെയ്തു തന്നീനു. ഇപ്പം ഇത് രാത്രി ഞാൻ മണി ചപ്പാത്തി ചുടണേ. 8 മണി ഇങ്ങോട്ട് ആവുമ്പോൾ എൻ്റെ മരോളെന്ന് ഞാൻ പറയില്ല, എൻ്റെ മോളെന്ന് പറയാനച്ച് പൂതി. അതങ്ങൾക്ക് ചപ്പാത്തി എന്നും പറഞ്ഞങ്ങാണ്ട് ഒക്കെ റെഡിയാക്കി തന്നീനു. ഇതിപ്പോ എൻ്റെ മോനെ കൊണ്ട് ഉണ്ടായതാണേ. ഇജ് കിടന്നിട്ടില്ലേ? ആ ചൂടുള്ളല്ലേ അമ്മ ടേബിൾമ കൊണ്ടുവച്ചേക്കണോ? ആരോടെ ഈ പിച്ചിയും മെയും പറയണ്ട്? ഞാൻ പിച്ചിയും മെയും പറയല്ലേടാ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാവും. അപ്പൊ തെറ്റുള്ള കാരണത്തെ വെച്ചാല് ഓൾക്ക് ഈ സ്കൂളും കോളേജിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. അതിൽ ഗെറ്റ് ഇൻ ടുഗദറോ മീറ്റപ്പോ ക്ലോസപ്പോ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിന് പോവാൻ അയച്ചിട്ടില്ല. അയക്കാത്ത കാരണം വെച്ചാല് എൻ്റെ മോൻ്റെ ചങ്ങായിൻ്റെ പെണ്ണുങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നാണല്ലോ ചാടിപ്പോയത്. ഏതാന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എത്തേം ചോദിച്ചാൽ ഓൾക്ക് ഓളെ കൗളിൽ ഇങ്ങോട്ട് കടന്നൽ കുത്തിയ മാതിരി. ഇച്ചിപ്പം മരോളം അങ്ങോട്ട് തെറ്റിച്ചാൻ പറ്റൂലല്ലോ. നമ്മൾ ഒരുവിധ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ. ഇബലെ ഈ തെറ്റിക്കലോണ്ട് ഇച്ചാണ് ഗതിയടേ. ഓൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം, ഓളെ കണ്ണും മോറും ഞാൻ കാണണം, പേരക്കുട്ടിയാളെ ഞാൻ ഒരുക്കണം, അങ്കലവാടിക്ക് പറഞ്ഞേക്കണം, അങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ ഇതിൽ രസം എന്താന്ന് വെച്ചാല് ഉമ്മാരും ബാപ്പാരും തിരക്കൂടണമെന്ന് അറിഞ്ഞാല് എൻ്റെ പേരക്കുട്ടിയാൾക്ക് പിന്നെ ഞാനായാൽ മതി. അതൊരു കൈവന്നാട്ടാ. ഈ കുട്ടിയാൾക്ക് ഇനി പേടിച്ചിട്ട് എത്താണാവോ. ഇപ്പം അമ്മമ്മയാ മതി. ഓലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓളോട് പറഞ്ഞു. ഓളപ്പം അവിടെ മിറ്റടിച്ചു തരാണ്. കുഞ്ഞോളെ ഗെറ്റപ്പ് പരിപാടി പോയതൊക്കെ പോയി. അനക്ക് നിന്റെ ഒപ്പം അയൽക്കൂട്ടത്തിലൊരു പരിപാടി ഉണ്ട്, അതിന് പോരാറ്. മക്കളെ ഞാൻ ആ പറഞ്ഞത് ഓർമ്മ വിളിച്ച്. ഓൾ അടുക്കാട്ടുമറും ചൂലും ഒന്നായിട്ട് അടുക്കാട്ട് കിട്ടുകണ്ട് ഒറ്റ പോക്ക്. പിന്നെ നടന്നത് അതിലും വലിയ രസം. ഈ കാര്യം ഞാൻ മോനോട് പറഞ്ഞപ്പോൾ ഓൻ പറയണേ, ഇങ്ങൾ പറഞ്ഞതിന്റെ മുന്നേ ഞാൻ ഓളോട് വേറെ കാര്യം പറഞ്ഞീനു. അപ്പം ഞാൻ ചോദിച്ചു എത്താണപ്പം അത് ചോദിച്ചപ്പോൾ ഓൻ പറയണേ, ഞാൻ ഓളോട് പറഞ്ഞു ഞങ്ങൾ ഓട്ടോ തൊഴിലാളിമാരെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പം അന്ന് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കലാപരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അന്ന് അങ്ങോട്ട് പോരാൻ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് അടി കിട്ടാത്ത നന്നായി. അപ്പം മക്കളെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മരക്കളുണ്ടെങ്കിൽ ഓലോടിച്ച് പറയാനുള്ളത്, നിങ്ങൾ പുതിയാപ്പളിയും പുതിയണ്ണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പേരൻ്റെ അകത്ത് അമ്മായിയും അമ്മസങ്കാക്കിയൊക്കെ ഉണ്ടാവും. ഐറ്റങ്ങൾ നിങ്ങൾക്ക് എതിർത്തല്ലിട്ടാ. നിങ്ങളെ വട്ടത്തിന് അങ്ങനെ തിരക്കൂടി പോവും, എത്താച്ചാ കാട്ടിക്കാടി. അതിന് ഈ മരക്കൾ ഈ അമ്മായിമാർക്ക് ഓരോരോ പണി തരുന്നുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടാ. ഗെറ്റപ്പായാലും വേണ്ടില്ല, ചീറ്റപ്പായാലും വേണ്ടില്ല. ഈ ജാതി പരിപാടി കൊണ്ട് ഈ നിങ്ങൾ തമ്മിൽ തിരക്കൂടി കഴിഞ്ഞാല് പെരന്റെ ഔത്തുള്ളൂല്ലേ ഭയങ്കര ഇടങ്ങാറ് തന്നെ. അങ്ങോട്ട് മാറി കിടന്നാണി മനസ്സാ. നിലത്ത് കിടന്ന യൂറിക് ആസിഡ് ഉണ്ടാവും. നന്നായി, ഇങ്ങനത്തെ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാവുക. നേരം വെളുത്താലേ ഈ കുഞ്ഞോളെ കജ്ജോണ്ട് ആരും ചായം കടി തിന്നെന്ന് ആരും വിചാരിച്ചണ്ടാ. എന്റെ കജ്ജോണ്ട് മാണ്ടടി, എന്റെ ഉമ്മാന്റെ കജ്ജോണ്ട് മതി. എന്നായിക്കോട്ടെന്നാ. നേരം വെളുത്താല് അവല് സുബൈക്ക് നീച്ചാനുള്ളതാണ്. ഒരു ചോട് പണിയുണ്ടേ. എന്നായിക്കോട്ടെ മക്കളെ. പിന്നെ ഇനിയിപ്പോൾ 2-3-4 ദിവസം കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൂടി, അതൊക്കെ തന്നെ ഉള്ളു സമാധാനം കേട്ടാ. എന്തേ മാനെ ഞാൻ ഇവിടെ കിടന്നേക്കണോ? നമ്മളെ തള്ളപ്പര റൂമിലെ ആ പായും തൈക്കണിയൊക്കെ അവിടെ തന്നെ ഉണ്ടാ? പായി എലി കെട്ടിക്കണേ, തൈക്കണിന്റെ ഉള്ളത്തെ ഉന്നം മുഴുവൻ പുറത്താടിക്കണു. അല്ലമ്മ, ഇവിടെ ഭയങ്കര ചൂട്, ആ റൂമിൽ നല്ല തണുപ്പാണ്, ഞാൻ ഇന്ന് അവിടെ കിടക്കുന്നുണ്ട്. എത്താച്ചാ കാട്ടിക്കാളെ എത്താപ്പ ഞാൻ പറയണു. ആ ഗെറ്റപ്പിന് പറഞ്ഞേക്കണെങ്കിൽ ഇന്ന് പോനെ ഗെറ്റപ്പ് അയോടെ കിടന്നുകൂടെയിനാ.